ദൈവവചനത്തെക്കുറിച്ചുള്ള ഈ ധ്യാനം ഒത്തിരി പേർക്ക് പ്രയോജനം ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വചനം ജഡമായി തീർന്നു അല്ലേ? ഈ ഭൂമിയെ മുഴുവനും ഉളവാക്കിയ വചനം, ആ വചനം ഒരു വ്യക്തിയായി മാറി. ഈ വചനത്തിൻ്റെ പ്രത്യേകത യെശയ്യാ പ്രവചനം 55 പറയുന്നുണ്ട്, വചനം ഭൂമിയിലേക്ക് വന്നാൽ കാര്യം സാധിക്കാതെ മടങ്ങിപ്പോവില്ല, അതിൻ്റെ ഉദ്ദേശം പൂർത്തിയാക്കും. വചനം ജഡമായി തീർന്ന യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ ഉദ്ദേശം പൂർത്തീകരിക്കാൻ അനുവദിക്കാതെ പിശാച് പല പരിപാടികളും നോക്കി. വചനം ജനിച്ചപ്പോൾ തന്നെ, ഒരു ശിശുവായി പിറന്നപ്പോൾ തന്നെ ജനിക്കാൻ ഇടം കൊടുത്തില്ല. ഒരു പശുത്തൊട്ടിയിലാണ് കിടത്തിയത്. പശുത്തൊട്ടിയിലാകുമ്പോൾ അസുഖം പിടിച്ചാവുമല്ലോ. അപ്പോൾ ഒരു നല്ല സ്ഥലത്ത് ജനിക്കാൻ ഇടം കൊടുത്തില്ല. ഭൂമിയിലുള്ള എല്ലാവർക്കും ജനിക്കാൻ ഇടം കൊടുത്തവൻ ഈ ഭൂമിയിലോട്ട് വന്നപ്പോൾ ജനിക്കാൻ ഇടം കൊടുത്തില്ല. അടുത്തത്, ജനിച്ചു കഴിഞ്ഞപ്പോൾ കൊല്ലാനുള്ളൊരു പ്രോഗ്രാം ഇട്ടു. 2 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും കൊല്ലാൻ പിശാചിന്റെ പദ്ധതി ഹേരോദാവ് ഇട്ടു. എല്ലാ കുഞ്ഞുങ്ങളെ 2 വയസ്സും അതിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ ബത്ലഹേമിൽ എല്ലാ വീട്ടിലും കൊല്ലിച്ചപ്പോൾ യേശു കുഞ്ഞൊഴികെ എല്ലാ കുഞ്ഞും മരിച്ചു. യേശു കുഞ്ഞ് മരിച്ചില്ല. അതിൻ്റെ തലേ ദിവസം തന്നെ അവനെ ആ കുഞ്ഞിനെ മാതാപിതാക്കൾ ദൂതന്റെ അരുളപ്പാടുണ്ടായിട്ട് ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. ഇതുപോലെ 100 കണക്കിന് പദ്ധതികൾ പിശാചിട്ടു. എന്താണ്? വചനം ഉദ്ദേശിച്ച കാര്യം ചെയ്യരുത്. എന്നാൽ നമ്മൾ വായിക്കുന്നു, വചനം ഉദ്ദേശിച്ച കാര്യം ചെയ്തു തീർത്തു. ക്രൂശിൽ യോഹന്നാൻ 19:30 പറയുന്നു, സകലതും നിവർത്തിയായി. ഒരു കാര്യം പോലും വചനത്തിൽ നിവർത്തിയാകാതെ പോയില്ല. തിരുവെഴുത്ത് പറയുന്നത് പോലെ മുഴുവനും മനുഷ്യപുത്രൻ പോയി, എല്ലാം നിവർത്തിച്ചു. ഇതുപോലെ വചനം ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങിയാൽ വചനം അത് പൂർത്തിയാക്കും. അതുകൊണ്ട് ഈ ജീസസ് എവരിഡേ കേൾക്കുന്നവരോട് പറയാൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്ന വചനമാണ്. ആ വചനം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തും. വചനം കാര്യം ചെയ്യും. വചനം സമാധാനം തരും. വചനം സൗഖ്യം തരും. വചനം നിങ്ങളുടെ കുടുംബത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ തരും. വചനം നിങ്ങൾക്ക് രൂപാന്തരം തരും. ആത്മഹത്യ ചിന്തയിൽ നിന്ന് വചനം വിടുവിക്കുക. വചനം കാര്യം സാധിക്കാതെ തിരിച്ചു വരില്ല. ഞാൻ ഉറപ്പോടെ പറയാം, ഇത് കേൾക്കുന്നവർ അനുഗ്രഹീതരാണ്. നിങ്ങളുടെ ജീവിതം മാറി മറിയും. യേശുവിൽ നമുക്ക് ആശ്രയിക്കാം, വചനത്തിൽ ആശ്രയിക്കാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി വചനമാകുന്ന കർത്താവിനെ പാടി സ്തുതിക്കാം. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, ഇന്ന് എന്നിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, ഇന്ന് എന്നിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താൻ ഇനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, ഇന്ന് എന്നിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, ഇന്ന് എന്നിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താൻ ഇനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്നേശു ജീവിക്കുന്നതായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കാം. എന്നേശു ജീവിക്കുന്നതായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കാം. ഇനി തന്നെ പിരി
ജീവിതമിൽ എനിക്കെല്ലാം യേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷഫലു തകർന്നതാകയാൽ, കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷഫലു തകർന്നതാകയാൽ, ഇനി തല്ലും ഭയമില്ല മൃത്യുവിനെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. 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 യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തിരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉണ്ടായത്, വചനം മുഖാന്തരം. ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. കാരണം വചനം ഈ ഭൂമിയിലേക്ക് വരുന്നത് രാജാവായിട്ടാണെന്നാണ് അവർ കാത്തിരുന്നത്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിച്ചാണ് രാജാക്കന്മാർ പോലും കിഴക്ക് നിന്ന് വന്നത്. ബേത്ലഹേമിലാണെന്ന് അറിയാം. എന്നാൽ ബേത്ലഹേമിൽ ആശാരിയുടെ മോനായിട്ടാണ് ജനിക്കുന്നതെന്ന് ഇവർക്കറിയില്ല. എന്നാൽ യോഹന്നാനോട് ചോദിച്ചാൽ യോഹന്നാൻ അറിയാം. യോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാട്ടി, ദൂതന്മാരെ ആട്ടിടയന്മാരെ ചൂണ്ടിക്കാട്ടി. അപ്പൊ കാണാൻ വിളിക്കപ്പെട്ടവരെ എല്ലാം ദൈവം അത് കാണിച്ചു കൊടുത്തു. ക്രിസ്തുവിനെ വാഗ്ദത്തമായ ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പേ നീ മരിക്കില്ലെന്ന് ശിമയോനോട് ദൈവത്തിൻ്റെ ആലോചനയുണ്ടായി. അതുപോലെ സംഭവിച്ചില്ലേ? അവൻ ആത്മനിയോഗത്തിൽ ആലയത്തിൽ വന്ന് 8-ാം നാളിൽ പരിച്ഛേദന ഏൽപ്പിക്കാൻ കൊണ്ടുവരുന്ന ശിശുവിനെ കയ്യിലെടുത്തിട്ട് നന്ദി പറഞ്ഞു, നാഥാ, ഇനി തിരുവചനം പോലെ എന്നെ അയച്ചാലും നിന്റെ രക്ഷ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. അപ്പോൾ വാഗ്ദത്തം പ്രാപിക്കേണ്ടവരെല്ലാം പ്രാപിക്കും, കാണേണ്ടവർ കാണും. ദൈവത്തിൻ്റെ നിയോഗമുള്ളവരും ദൈവത്തിൻ്റെ പദ്ധതിയുള്ളവരും മാത്രമല്ല, ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നവരും. ഹന്ന എന്ന ഒരു പ്രവാചിക 85 വയസ്സായ ആലയത്തിൽ രാപ്പകൽ പ്രാർത്ഥനയും ധ്യാനമായിട്ട് കഴിയുകയാണ്. അവളും മശികായെ കണ്ടു. എന്നിട്ട് എല്ലാവരോടും പോയി പറഞ്ഞു, ഇതാണ് രക്ഷ. കാത്തിരുന്ന ഒത്തിരി പേര് ആലയത്തിലുണ്ടായിരുന്നു, അവരെ എല്ലാം കാണിച്ചു കൊടുത്തു. കൊട്ടാരത്തിലുള്ളവർ കണ്ടില്ല, ആ ആലയത്തിലെ വലിയ മഹാപുരോഹിതൻ കണ്ടില്ല, ശാസ്ത്രിമാർ കണ്ടില്ല, വൻ പുള്ളികൾ കണ്ടില്ല. എന്നാൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ പാവപ്പെട്ടവരെ കർത്താവ് അത് കാണിച്ചു കൊടുത്തു. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് ദൈവം വെളിപ്പെടുത്തി. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരവനെ കൈക്കൊണ്ടില്ല എന്ന് കരുതി ദൈവത്തിന് ഇതൊന്നൊരു വിഷയമല്ല.
അവനെ കൈക്കൊള്ളുന്നവരെ അവൻ മാറ്റിമറിക്കും. അതാണ് കർത്താവിൻ്റെ പരിപാടി. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാണ്. ആര് കൈക്കൊള്ളുന്നുവോ അവരുടെ ജീവിതം മാറും. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവനെ അറിഞ്ഞില്ല. അവൻ ആ നസറത്തിൽ പാർത്തിട്ട് നസറത്തുകാർ, ഗലീലക്കാർ അവനെ മനസ്സിലാക്കിയില്ല. യേശു 30 വയസ്സ് വരെ അവരുടെ ഇടയിൽ വീട് പണിയാനും കോഴിക്കൂട് പണിയാനും എല്ലാം അപ്പൻ്റെ കൂടെ ജോലിക്ക് പോയ ആളാ. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു. 30-ാമത്തെ വയസ്സിൽ സ്വന്തം ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി സ്വന്തത്തിലേക്ക് വന്നു. എന്നാൽ അവർ കൈക്കൊണ്ടില്ല. അടുത്ത വാക്യം എന്താണെന്ന് അറിയാമോ? അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. യേശുവിനെ കൈക്കൊള്ളുക, അതിന് വലിപ്പച്ചെറുപ്പം വെച്ചിട്ടില്ല. ദൈവം മുഖപക്ഷമില്ലാത്ത ദൈവമാണ്. ആര് കൈക്കൊള്ളുന്നുവോ അവർ ദൈവമക്കളാകും. പ്രത്യേക വിഭാഗത്തെ ഒന്നും കർത്താവ് നോക്കിയില്ല. ആര് എൻ്റെ അടുക്കൽ വരുമോ അവരെ ഞാൻ ഒരു നാളും കൈവിടില്ല. എന്നോട് അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളോടും അടുത്ത് വരും. ആരെന്നെ കൈക്കൊള്ളുന്നുവോ അവർ ദൈവമക്കളാകും. എത്ര വലിയൊരു ചാൻസാണ്. ജീസസ് എവരിഡേയിലൂടെ എത്രയോ പേർക്കാണ് യേശുവിനെ കൈക്കൊള്ളാൻ, കർത്താവ് രക്ഷകനുമായിട്ട് സ്വീകരിക്കുവാൻ അവസരം. യേശുവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ ഉള്ളിലേക്ക് വരണേ, അങ്ങനെ ഞാൻ എൻ്റെ കർത്താവ് രക്ഷകനായി സ്വീകരിക്കുന്നു എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. പിന്നെ ജീവിതം അങ്ങോട്ട് തിരിയാൻ തുടങ്ങും. ഞാൻ പഠിച്ചത് ഇലക്ട്രോണിക്സ് ആണ്. അതായത് ഞാൻ എറണാകുളത്ത് പഠിച്ചു, പിന്നെ അവിടുന്ന് നാട് വിടേണ്ടി വന്നു ചില പ്രശ്നങ്ങളൊക്കെ കൊണ്ട്. അങ്ങനെ നാട് വിട്ട് ബാംഗ്ലൂർ പോയി. ബാംഗ്ലൂർ റേഡിയോ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പഠിച്ചു. അതിനുശേഷം ഞാൻ ഒരു ബിസിനസ്സൊക്കെ ആരംഭിച്ചു. അതൊരു ഇലക്ട്രോണിക് ഷോപ്പാണ്. അപ്പോൾ തന്നെ ഒരു സ്റ്റെബിലൈസർ കമ്പനിയുടെ ഒരു പരിപാടിയും കൂടിയുണ്ട്, ഒരു പാർട്ട്ണർഷിപ്പ്. അങ്ങനെ ഒരു കഠിനാധ്വാന സ്വഭാവം എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. രാപ്പകൽ കഷ്ടപ്പെടും. അത് എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ വേലക്കിറങ്ങിയപ്പോഴും വളരെയധികം പ്രയോജനമാണ്. മടിയില്ല, കഷ്ടപ്പെടുന്നതിലൊന്നും ഒരു ഭാരമില്ല, ഉറക്കളിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം അതൊരു ട്രെയിനിങ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈ ദൈവവചനം എൻ്റെ ഉള്ളിലേക്ക് വരാനുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അത്ഭുതകരമാണ്. ഈ ദൈവവചനം വായിക്കാനും പഠിക്കാനും കർത്താവ് എനിക്ക് ഒരു ചാൻസുകൾ ഒരുക്കിയതെല്ലാം എനിക്ക് മുതലാക്കാൻ പറ്റി. ഞാൻ ഈ ഇലക്ട്രോണിക്സ് പഠിച്ചുകൊണ്ട് നടക്കുന്ന കാലത്ത്, ഇലക്ട്രോണിക്സ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് റേഡിയോ ഉണ്ടാക്കണം. അപ്പോൾ റേഡിയോ ഉണ്ടാക്കാനുള്ള കോമ്പോണൻസ് എല്ലാം വാങ്ങി അതിൻ്റെ ഡയഗ്രാം വെച്ച് ഞാൻ റേഡിയോ ഉണ്ടാക്കി. റേഡിയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനത് ട്യൂൺ ചെയ്യണം. അപ്പോഴാണ് ആകാശവാണി, തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ വാർത്തകൾ വായിക്കുന്നത് സുഗുണൻ, ഇങ്ങനെയൊക്കെ. അപ്പോൾ അവിടെ നിന്ന് ട്യൂൺ ചെയ്ത് മാറ്റും. അപ്പോൾ അടുത്തത് അങ്ങനെ ഇരിക്കുമ്പോൾ ശ്രീലങ്കയുടെ ഒരു പ്രോഗ്രാമുണ്ട്, സിലോൺ പ്രോഗ്രാം. ആ പ്രോഗ്രാം ഞാൻ ട്യൂൺ ചെയ്തപ്പോൾ അതിനകത്ത് ഒരാൾ മലയാളത്തിൽ, എൻ്റെ പേർ KP യോഹന്നാൻ, എൻ്റെ കുഞ്ഞെ നീ യേശുവിനെ സ്വീകരിക്കണം, യേശുവിലൂടെ നിനക്കൊരു ഭാവിയുണ്ട്, ഇന്ന് നീ യേശുവിനെ സ്വീകരിക്കാൻ. കുറേ ഞാനിരുന്ന് നമ്മളെ പിടിച്ചു വെക്കുന്ന ഒരു സ്വരം, KP യോഹന്നാൻ. ഞാൻ ആ ഉണ്ടാക്കിയ റേഡിയോയുടെ മുമ്പിൽ മുട്ടുകുത്തി, യേശുവേ, അദ്ദേഹം പറഞ്ഞു തന്ന വചനം ഏറ്റു പറഞ്ഞു. എന്നിട്ട് ഞാൻ കള്ളു കുടിച്ച് നടന്നു. കുറേ നാളത്തേക്ക് എനിക്ക് യാതൊരു മാറ്റമില്ല. എന്നാൽ ആ യേശുവിനെ സ്വീകരിച്ച അന്ന് മുതൽ എനിക്ക് പള്ളി അറിയില്ല, പ്രാർത്ഥന അറിയില്ല, ബൈബിൾ അറിയില്ല, ഒന്നും അറിയില്ല. ആ യേശുവിനെ സ്വീകരിച്ച അന്ന് മുതൽ എൻ്റെ ജീവിതം പതുക്കെ പതുക്കെ തിരിയാൻ തുടങ്ങി. എനിക്ക് മദ്യമോ ലോകമോ എനിക്ക് പറ്റുന്നില്ല.
പാപത്തിലോട്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല. എനിക്കെന്തോ മാറ്റം വന്നത് അറിയാം. ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, വാഗോണ്ട് ഏറ്റു പറഞ്ഞു. വെറുതെ ചെവി കേട്ട വചനം, KP യോഹന്നാൻ സാറ് പറഞ്ഞു തന്ന വചനം, ഏത് മനുഷ്യനും പിടിച്ചു വെക്കുന്ന വചനം. അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി അതാണ്. അങ്ങനെ പതുക്കെ 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 ഒരു CSI കാരൻ ബൈബിൾ വായിച്ചാൽ സമാധാനം കിട്ടുമെന്ന് പറയും. ബൈബിൾ വാങ്ങിച്ചു, വായിക്കാൻ തുടങ്ങി. ആർത്തിയോടെ 3 മാസം ഇരുന്ന് ബൈബിൾ വായിച്ചു. പിന്നീട് ഒരു നായർ പറഞ്ഞിട്ട് ബഥേലേജി ചർച്ചിൽ ചെന്നു. അവിടെ വെച്ച് വീണ്ടും മുട്ടുകുത്തി പാസ്റ്റർ MA വർഗീസ് രക്ഷാവാചകം ചൊല്ലിത്തന്നു. അതിനു മുമ്പേ KP യോഹന്നാൻ സാറിൻ്റെ ലൂടെ ഞാനത് രക്ഷിക്കപ്പെട്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാകുന്നത്. എനിക്കത് രക്ഷിക്കപ്പെട്ടാണെന്നൊന്നും അറിയില്ല. ഞാനൊരു പുതിയ സൃഷ്ടിയായെന്നൊന്നും അറിയില്ല. വീണ്ടും MA വർഗീസ് പാസ്റ്റർ ഒന്നുകൂടി പറഞ്ഞു തന്നു. സ്നാനപ്പെട്ടു. 1 വർഷത്തിനുള്ളിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. വീട്ടിൽ വന്നു. എൻ്റെ വീട് വിടുവിക്കപ്പെട്ടു. സുവിശേഷ വേലക്കിറങ്ങി. 30-ലധികം വർഷമായിട്ട് ഞാനിപ്പോൾ യേശുവിനെ പറയുന്നു. ഇത്രയും വർഷത്തെ അനുഭവത്തിൽ നിന്ന് അറിയാം, വചനം ഏതു മനുഷ്യനെയും തിരിക്കും, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കും. അപ്പോൾ വചനം സ്വന്തത്തിലേക്ക് വരികയാണ്. അപ്പൊ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളെ അറിയണം, അവൻ സ്വന്തത്തിലേക്ക് വന്നു. ഇന്ന് ഈ വചനം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യേശുവിൻ്റെ സ്വന്തമാണ്. നിങ്ങൾ കൈക്കൊണ്ടാൽ നിങ്ങൾ കണക്റ്റ് ആവും. നിങ്ങൾ കൈക്കൊണ്ടില്ലെങ്കിൽ വചനം മറ്റൊരു വ്യക്തിയിലേക്ക് തിരിയും. നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ പരദീസയായിരിക്കും. നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ഭാവിയായിരിക്കും. നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ നാളെയായിരിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന ചാൻസ് കളയരുത്. കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ, വിളിച്ചപേക്ഷിപ്പിൻ എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രാർത്ഥന യോഗം നിങ്ങളുടെ മൊബൈലിൽ വരുമ്പോൾ തന്നെ നിങ്ങൾ അതിനെ പിടിക്കണം. നിങ്ങൾ കാറിലിരുന്ന് കേൾക്കുമ്പോൾ ഈ പ്രോഗ്രാം മാറ്റരുത്. ഇത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഒരു പുതിയ തുടക്കം കർത്താവ് നിങ്ങൾക്ക് തരും. അതുകൊണ്ട് കേൾക്കുന്ന വചനം നമുക്കത് ഉപകാരമാക്കണ്ടേ. അവൻ സ്വന്തത്തിലേക്ക് വന്നു. ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരും കർത്താവിൻ്റെ സ്വന്തമാണ്. കൈക്കൊള്ളാതെ യേശുവിന് നമ്മെ സഹായിക്കാൻ കഴിയില്ല. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റു പറയണം. എത്ര വലിയ തകർച്ചകളും കർത്താവ് മാറ്റും. ഒരു വാക്കുകൊണ്ട് ഈ നക്ഷത്രങ്ങളെയെല്ലാം, കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ ഒറ്റ വാക്കിൽ ഉണ്ടാക്കിയവന് നിങ്ങളുടെ വീട്ടിലെ 10 കോടിയോ 100 കോടിയോ വിഷയം പണത്തിൻ്റെ ആണോ, ക്രമസമാധാനം, കുടുംബസമാധാനം, മനസമാധാനം, ഏത് വിഷയമാണ്, അതിന്മേലെല്ലാം കർത്താവ് ചലിക്കും. ആർക്കും വിടുവിക്കാൻ കഴിയാത്ത ഇടത്തൊക്കെയും കർത്താവിൻ്റെ കരം ചലിക്കും. നിങ്ങൾ അത്ഭുതമായി മാറും. അവൻ സ്വന്തത്തിലേക്ക് വരുന്നു. വചനം ഇന്ന് നിങ്ങളിത് ഓൺ ചെയ്തത്, നിങ്ങൾ കർത്താവിൻ്റെ ഏറ്റവും സ്വന്തക്കാരാണ്. കർത്താവിന് ഏറ്റവും സ്വന്തമാണ് നമ്മൾ. അവൻ സ്വന്തത്തിലേക്ക് വന്നു. അവനെ കൈക്കൊണ്ടവരെല്ലാം ദൈവമക്കളായി തീരാൻ അവൻ അധികാരം തന്നു. ഞാൻ ദൈവ പൈതലായപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ വന്നിട്ട് നീ ദൈവ പൈതലായെന്നൊന്നും എന്നോട് പറഞ്ഞില്ല. സ്വർഗത്തിൽ നിനക്കിപ്പോൾ ആധാർ കാർഡ് ഉണ്ടെന്നൊന്നും എന്നോട് പറഞ്ഞില്ല. സ്വർഗത്തിൽ എനിക്ക് പേരുണ്ടെന്നും പറഞ്ഞില്ല. ബൈബിളിലെല്ലാം ഉണ്ട്. ഈ ബൈബിൾ എന്തു പറയുന്നു? അത് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന. ആകാശവും ഭൂമിയും മാറിയാലും ഈ സത്യങ്ങൾ മാറില്ല. യേശു ഒരു വ്യക്തിയിലേക്ക് വരുന്നത്, ആ വ്യക്തി 2 കൈ നീട്ടി കർത്താവിനെ സ്വീകരിക്കണം. കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് വാ. വെളിപ്പാട് 3:20, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, ശബ്ദം കേൾക്കണം, വാതിൽ തുറന്നാൽ ഞാൻ അവനോട്, അവൻ എന്നോട് കൂടെ അത്താഴം കഴിക്കും. ഫെലോഷിപ്പ്. യോഹന്നാൻ അതിനെക്കുറിച്ച് പറയുന്നത്, ഞങ്ങൾക്ക് കൂട്ടായ്മയുള്ളത് പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുവിനോടുമാണ്. കൂട്ടായ്മയാണ്. അത്താഴം കഴിക്കുക. ഞാനും അവനും തമ്മിലൊരു ബന്ധമാകും. ഒരു അത്താഴം കഴിക്കൽ, ഒരു ബന്ധത്തിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവരികയാണ്. ആ ബന്ധം നിത്യതയിലും തുടരും. ഇടക്കിട്ടേച്ചു പോകുന്ന ലൗകിക ബന്ധങ്ങൾ പോലെയല്ല.
ലോകബന്ധങ്ങൾ പോലെയല്ല. കുഴി വരെ മാത്രം തുടരുന്ന ബന്ധമല്ല ഇത്. കുഴിക്കപ്പുറം കാഹളം ധ്വനിപ്പിക്കുമ്പോൾ ഉയർപ്പിച്ച് നിത്യതയിൽ കൊണ്ടുപോയി തുടരുന്ന, ഒരിക്കലും അവസാനിക്കാത്ത ഒരു നിത്യബന്ധം. ഏതു മനുഷ്യനെ മാറ്റിമറിക്കുന്ന ബന്ധം. അവനെ കൈക്കൊണ്ടവർ മക്കളാകുക എന്ന് പറഞ്ഞാൽ അവനുള്ളതെല്ലാം അന്ന് മുതൽ നമ്മുടേതായി മാറുകയാണ്. മക്കളെങ്കിലോ അവകാശികൾ, ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികൾ. ദൈവത്തിൻ്റെ എല്ലാ അവകാശത്തിനും യേശുവിന് എന്തെല്ലാം അവകാശമുണ്ടോ ആ അവകാശം മുഴുവനും നമുക്ക് ലഭിക്കുന്നു. ദൈവ മക്കളെന്ന് പറഞ്ഞാൽ യേശുവിനുള്ള അവകാശം തുല്യമായി വീതിക്കാൻ ദൈവം യേശു മുഖാന്തരം തിരഞ്ഞെടുത്ത വ്യക്തികളാണ് നാം. ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ആനന്ദകരവും ആഘോഷ സമ്പൂർണവുമാകും. യേശുവിൽ ആശ്രയിക്കാം. നിങ്ങൾ എന്ത് ചോദിച്ചാലും പിതാവ് തരും. ആ മുടിയൻ പുത്രന്റെ ചരിത്രം അറിയാം. അപ്പൻ 2 മക്കൾക്കും കൊടുത്തു. ചോദിക്കുന്ന ഏവനും കൊടുക്കുന്ന ഒരു ദൈവം. നിങ്ങൾ അപ്പൻ ചോദിച്ച കല്ല് തരുമോ എന്നാണ്. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികം. മറ്റൊരു ഭാഗത്ത് പരിശുദ്ധാത്മാവിനെ എത്രയധികം. ഏറ്റവും നല്ല ദാനം പരിശുദ്ധാത്മാവ്. യേശുവിനെ ലഭിച്ചവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ ഈ ഭൂമിയെ മുഴുവനും മാറ്റിമറിക്കുന്ന ഒരു അത്ഭുതമായിട്ട് നിങ്ങൾ മാറും. ഏറ്റവും നല്ല അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങാൻ പലർക്കും അറിയില്ല. പരിശുദ്ധാത്മാവിനെ ചോദിക്കുക, കൃപകളും വരങ്ങളും ചോദിക്കുക. നിങ്ങൾ അത്ഭുതങ്ങളായി മാറും. നിങ്ങളുടെ വീടിനെ ഒരു അത്ഭുത വീടാക്കി നിങ്ങൾ മാറ്റും. പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങിൽ ചാരുവാനും അങ്ങയെ അറിയുവാനും അങ്ങയെ സ്വീകരിക്കുവാനും ഞങ്ങളെ സഹായിച്ച യേശുവേ, ഈ കേൾക്കുന്ന എല്ലാ മക്കളുടെ ജീവിതത്തിൽ യേശുവുമായിട്ട് നല്ല ഒരു അടുത്ത ബന്ധമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അവകാശത്തിൻ്റെ ക്രിസ്തുവിലൂടെ കൂട്ടവകാശികളായി മാറുന്ന ഈ അത്ഭുതം ഇവരിൽ സംഭവിക്കട്ടെ. യേശുവുമായിട്ട് നല്ല ബന്ധത്തിൽ ഇവർ തുടരട്ടെ. യേശുവിനെ കൈക്കൊണ്ട ഈ മക്കളുടെ ജീവിതത്തിൽ നാളുകളായി മുടങ്ങിയ പല നന്മകളും അവർ തിരിച്ചു പിടിക്കട്ടെ. അനുഗ്രഹങ്ങൾ അവരിലേക്ക് വരട്ടെ. സൗഖ്യങ്ങൾ നടക്കട്ടെ. അസ്വസ്ഥതകൾ വിട്ടുമാറട്ടെ. ഭിന്നതകൾ വീട് വിട്ട് മാറട്ടെ. കുടുംബ പ്രശ്നങ്ങൾ മാറട്ടെ. ഐക്യതകൾ ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഭാരം അവരെ വിടട്ടെ. മക്കൾ മാതാപിതാക്കളെക്കാൾ മാതൃകയുള്ള കുഞ്ഞുങ്ങളാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പിള്ളേരെ ബാധിച്ചിരിക്കുന്ന ചില തെറ്റായ ജീവിത ശൈലികൾ വിട്ടുമാറട്ടെ. സൽസ്വഭാവികളാകട്ടെ. തിമോത്തിയോസിനെ പോലെയും യോശുവയെ പോലെയൊക്കെ, ദാനിയലിനെ പോലെ, ജോസഫിനെ പോലെയുള്ള ഒരാത്മീക തലമുറകളായി ഈ തലമുറകൾ തീരട്ടെ. മക്കളെക്കുറിച്ചുള്ള ഭാരം വിട്ടുമാറട്ടെ. സാമ്പത്തികമായ പുതിയ പുതിയ നന്മകൾ തുറക്കുകയും ആ നന്മകളിലൂടെ ദൈവരാജ്യത്തിന് ഇവർ പ്രയോജനപ്പെടുകയും ചെയ്യട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. യേശു ക്രിസ്തുവിലൂടെയുള്ള സകലവിധ അനുഗ്രഹങ്ങളും നമ്മൾ അവകാശികളായതുകൊണ്ട് പ്രാപിക്കാം. ഇന്നു മുതൽ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ നിങ്ങൾ മെച്ചമാക്കണം. കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ കൂടുതൽ വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ യേശുവിനോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം വർദ്ധിക്കണമെങ്കിൽ നിങ്ങൾ ഈ ജീസസ് എവരിയുടെ എല്ലാ ദിവസവും കേട്ടാൽ മതി. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം വർദ്ധിക്കും. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും. കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കും. കർത്താവിനോടുള്ള ബന്ധം വർദ്ധിക്കും. നിങ്ങളുടെ നന്മകൾ വർദ്ധിക്കും. നിങ്ങളുടെ സമൃദ്ധി വർദ്ധിക്കും. നിങ്ങളുടെ ആരോഗ്യം വർദ്ധിക്കും. ഒരുമിച്ച് കൂടാം. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.